ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ രേവതിക്കും അനാമികയ്ക്കും ദേവയാനി ഒരു നല്ല പണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കുശുമ്പുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ഒരു നല്ല പണിയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. നയന ഓഫീസിൽ പോകുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങ് ദേഷ്യമാണ്. ജലജയും ജാനകിയും അനാമികയും കൂടി പറയുന്നുണ്ട്, അവളെ കൊണ്ട് ഓഫീസിലേക്ക് വിട്ടു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ആദർശേട്ടനാണെങ്കിൽ അവിടുത്തെ MD, അവക്കാണെങ്കിൽ ചീഫ് ഡിസൈനർ പദവി, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അടുക്കളക്കാർ എന്ന് അനാമിക പറയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, മോളെ അനാമികയെ നീ വിഷമിക്കേണ്ട, അവൾ അധിക കാലമൊന്നും പോകാൻ പോകുന്നില്ല, അവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് പറപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്നാലും ഏടത്തിക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റം വന്നെന്നുള്ള കാര്യത്തിൽ അതാണ് അറിയാൻ പാടില്ലാത്തത്. ഒരു സർജറി അങ്ങ് കഴിഞ്ഞപ്പോഴേ ഏടത്തി ഇങ്ങനെ മാറിപ്പോയല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയ്ക്കാണെങ്കിൽ അങ്ങ് കുശുമ്പ് മൂത്തിട്ട് വിളിക്കുകയാണ് രേവതിയെ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ആ നയന ഇപ്പം ഓഫീസിലും പോകാൻ തുടങ്ങി, ചീഫ് ഡിസൈനറായിട്ട്. എന്ത് വേണമെന്ന് എനിക്കറിയില്ല, ഞാനിവിടെ ഒന്നും അല്ലാതായി തീരുവാണ്. കുറച്ച് സ്വത്തും പണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അനിയെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകാമായിരുന്നു, വെറുതെ ഇവിടെ ഇങ്ങനെ നാണം കെട്ട് കിടക്കല്ലാതെ. അപ്പം ഉടനെ തന്നെ രേവതി പറയാണ്, ആണോ മോളെ, അവള് ഇപ്പോൾ ഓഫീസിലും വിട്ടോ? ഈ ദേവയാനിക്ക് എന്തു പറ്റി? എന്താ ഇങ്ങനെ അവർക്ക് മാറ്റം വരാനായിട്ട്? അതറിയില്ല. എന്തായാലും വല്യമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം എന്നെയൊക്കെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഇക്കണക്കിന് പോയാൽ ഇവിടെ നിന്ന് തൂത്ത് കെട്ടി ഇറങ്ങേണ്ടി വരും താമസിയാതെ. അപ്പോൾ രേവതി പറയാണ്, ഞാൻ അങ്ങോട്ട് വരാം മോളെ, എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിച്ച് ആ നയനെ ഓടിക്കണം. അവൾ ദേവയാനിയുടെ മനസ്സിൽ അവളെക്കുറിച്ച് ദേഷ്യം ഉണ്ടാവണം. അതിന് ഞാനും കൂടെ അങ്ങോട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ രേവതിയും കൂടി അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നയനയുടെ ഡിസൈനുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട്, ഒരുപാട് നല്ല ഒരു ചീഫ് ഡിസൈനറായ നയനയ്ക്ക് ഒരുപാട് വലിയ ഓഫറുകളൊക്കെ വരികയും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ കിട്ടുകയും ചെയ്യാണ്. 250 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് തന്നെ ഓക്കെ ആകുകയാണ് നയനയുടെ ഡിസൈനുകൾ കാരണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഓഫീസിലൊരു പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണ്, നയനയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോയി വൈകിട്ടത്തെ പാർട്ടിക്ക് വരണം എന്ന് പറയാണ്. തന്നെ അനുമോദിക്കുന്നതിനുള്ള പാർട്ടിയാണ്, താൻ അവിടെ തിളങ്ങി തന്നെ നിൽക്കണം എന്ന് പറയാണ് കേട്ടോ ആദർശ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും നയന വരുന്ന കാണുമ്പം നമ്മുടെ ദേവയാനിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് നയനെ. മോളെ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്, കണ്ടോ, നമ്മുടെ കമ്പനിയിലേക്ക് വീണ്ടും നീ കാലെടുത്ത് കുത്തിയപ്പോൾ എന്തുമാത്രം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന്. ഇത് നമുക്കെല്ലാവർക്കും അഭിമാന നിമിഷമാണെന്ന് മുത്തശ്ശൻ പറയാണ്. അതേസമയം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, ഇവൾ ഈ വീട്ടിൽ നിൽക്കുന്നതിലും നല്ലത് അവൾ ഓഫീസിൽ പോകുന്നതാ, ഇങ്ങനെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഇവളെ കൊണ്ട് ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയുകയാണ്. അതേസമയം അനാമികയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അത്രയങ്ങ് പിടിക്കുന്നില്ല. അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെക്കുന്നു, അത് ഏതൊക്കെയോ സായിപ്പുമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു, അവർ കുറേ ഓർഡേഴ്സ് തരുന്നു, അതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയാണ്, അതെന്താ അനാമികയെ, അത് വലിയ കാര്യം തന്നെയാണ്. നയനമൊക്കെ പാരമ്പര്യമായിട്ട് ഇതുപോലുള്ള ഡിസൈൻ ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ട്. അവളത് പല പ്രാവശ്യം ഇതിനു മുമ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നയനമോൾ നമ്മുടെ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തതോടുകൂടി നമ്മുടെ ജ്വല്ലറിക്കാണ് നേട്ടം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആകെ എല്ലാവരും ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ജലജയും ജാനകിയൊക്കെ അവർ നിന്ന് പറയുന്നുണ്ട്, ഇവളെ ഇനി അനുമോദിക്കാനും കൂടെ ഒരു പാർട്ടി, കമ്പനിക്ക് ഒരുപാട് കാശുള്ളത് കൊണ്ടായിരിക്കും ഇവളെ ഇനി അനുമോദനം എന്നൊക്കെ പറയുകയാണ്. അതേസമയം നയന റൂമിൽ വരുമ്പോഴേക്കും ആദർശ് നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, താൻ
ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തപ്പം തനിക്ക് വേണ്ടി ഒരു പാർട്ടിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും തനിക്ക് തരണ്ടേ എന്ന് ചോദിച്ചിട്ട് ആദർശ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ അനാമികയും രേവതിയും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊരു സാരിയാണ്, നല്ലൊരു ഡിസൈനിലുള്ള ഒരു സാരി, തനിക്ക് പാർട്ടിക്ക് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണെന്ന് പറയാണ്. അപ്പം നയന കവർ പൊളിത്തിച്ച് നോക്കുന്നുണ്ട്. നോക്കുമ്പം നല്ലൊരു സാരിയാണ്, നയനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട് ആദർശേട്ടാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, ഇതെടുത്തിട്ട് വേണം താൻ ഇന്നത്തെ പാർട്ടിക്ക് വരാനായിട്ട് എന്ന് പറയാണ്. ശരി ആദർശേട്ടാ, ആദർശേട്ടന് ചായ എടുത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് സാരി അവിടെ വച്ചിട്ട് നയന പുറത്തേക്ക് പോവാണ്. ആദർശം ആ സമയം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയും അനാമികയും കൂടി. അപ്പം അനാമിക പറയുന്നുണ്ട്, അമ്മ കണ്ടോ ഇത്, ആദർശേട്ടൻ അവൾക്ക് സാരി വാങ്ങിക്കൊടുത്തു, എത്രയും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണെന്ന് നോക്കിക്കേ. ഈ സാരി കൂടി ഉടുത്ത് അവൾ ആ പാർട്ടിക്ക് ചെല്ലുമ്പം അവളെ ബാക്കിയുള്ളവരും കൂടെ പറയും, നന്നായിട്ടുണ്ട്, സാരിയും നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ടെന്ന്. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അനി ഒരു സാരി പോലും വാങ്ങി എനിക്ക് തന്നിട്ടില്ല. അവളുടെ ഭാഗ്യം നോക്കണേ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, നേരാ മോളെ, അവളിത് ഉടുത്ത് ഇറങ്ങുമ്പോൾ ഒരു ആന ചന്തമായിരിക്കും, അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്കും പറ്റുന്നില്ല. നമുക്ക് ആ സാരി എങ്ങനെയെങ്കിലും എടുത്ത് നശിപ്പിച്ച് കളയണം, ആരും അറിയാതെ അത് അവിടെ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം എന്ന് പറയാണ്. അങ്ങനെ രേവതിയും അനാമികയും കൂടി പോയി ആ സാരി എടുക്കുകയാണ്. എടുത്ത് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ശബ്ദം കേട്ട് നമ്മുടെ ദേവയാനി അതിലേ പോകുമ്പം കാണുന്നുണ്ട് കേട്ടോ ഈ സാരി ഇവർ കത്തിക്കുന്നത്. അനാമിക കയ്യിൽ വെച്ച് സാരി കത്തിച്ച് പുറത്തേക്ക് ഇടുകയാണ്. ആ സാരി അവിടെ കിടന്ന് കത്തിപ്പോവാണ്. അപ്പോൾ ദേവയാനി ഇത് കണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, ഇത് ആദർശ നയനയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണല്ലോ, നയനമോള് പാർട്ടിക്ക് പോകുമ്പോൾ ഉടുക്കാനിരുന്നത്. ഈ ദുഷ്ടക്കൂട്ടങ്ങൾ ഇതെടുത്ത് കത്തിച്ച് കളയാണല്ലോ. ചില്ലറയല്ലല്ലോ അനാമികയുടെ അസൂയ. എല്ലാവരും ഇവളെക്കുറിച്ച് പറയുന്നതൊക്കെ സത്യം തന്നെ ആയിരിക്കും. എന്തായാലും ഇവർ ചെയ്തത് ശരിയായില്ല. നയന ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ സാരി കാണില്ല. അവൾ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പം സാരി ഇല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കും. തൽക്കാലം എൻ്റെ ഒരു സാരി അവൾക്ക് കൊടുക്കാം, നല്ലൊരു സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്ന് പറയാണ്. അങ്ങനെ നയന വന്നിട്ട് റൂമിലെല്ലാം നോക്കുമ്പോൾ ആ സാരി കാണുന്നില്ല. നയന വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ കൊണ്ടുവന്ന ആ സാരി ഞാൻ കാണുന്നില്ല എന്ന് പറയുക. അപ്പം ആദർശ് പറയാം, ഈ റൂമിൽ എവിടെയെങ്കിലും കാണും നയനയെന്ന് പറയാണ്. ആ സമയത്ത് ഇത് ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നയനെ, നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാറായില്ലേ? അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എനിക്കൊരു സാരി വാങ്ങി തന്നിരുന്നു, അത് ഈ റൂമിലൊന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, അത് സാരില്ല നയനെ, ഞാൻ നോക്കി വെക്കാം, എവിടെയെങ്കിലും കാണും, നിങ്ങളിപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അതിന് പകരം എൻ്റെ ഒരു നല്ല സാരി നിനക്ക് ഞാൻ തരാം, ആ സാരി ഉടുത്തിട്ട് നീ ഇന്ന് ഫംഗ്ഷന് പോയാൽ മതി, നന്നായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി കൂടി സാരി കൊടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആഹാ, അമ്മ തരുന്ന സാരി ഉടുത്ത് ഇന്നത്തെ ഫംഗ്ഷന് പോയാൽ നന്നായിരിക്കും, പാർട്ടിയിൽ താൻ തിളങ്ങും കാര്യത്തിൽ സംശയമില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാലും ആദർശേട്ടൻ വാങ്ങിത്തന്ന സാരി ഉടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദർശ് പറയാണ്, അതൊന്നും സാരില്ലടോ, അതിനൊക്കെ ഇനി അവസരമില്ലേ, ഇപ്പോൾ അമ്മയൊരു സാരി തരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ശരിയാണ്, അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് പറയുക. അങ്ങനെ ദേവയാനി ഒരു നല്ല സാരി എടുത്ത് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ ഇതിട്ട് ഉടുത്തിട്ട് ഇന്ന് പാർട്ടിക്ക് പോയാൽ മതി എന്ന് ദേവയാനി പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുക. അങ്ങനെ നയന ആ സാരിയൊക്കെ ഉടുത്തിട്ട് പാർട്ടിക്ക് പോവാണ്. ആദർശം നയനയും കൂടി ഇറങ്ങി വരുന്ന കാണുമ്പം ദേവയാനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, നയന മോളിന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇന്നത്തെ പാർട്ടിയിലെ താരം മോള് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഈ സാരി അമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്ന സാരിയാണ് എന്ന് പറയാണ്. അങ്ങനെ ആദർശം നയനയൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ രേവതിയും അനാമികയും കൂടെ മുറിയിൽ നിന്ന് പറയുന്നുണ്ട്, നയന അവളിന്ന് പാർട്ടിക്ക് പോകുന്നത് കാണണം, ആ സാരി ഇന്ന് അവിടെ എല്ലാം അവൾ നോക്കും, അത് കാണാതെ വരുമ്പം അവൾ വിഷമിക്കും, ആകെപ്പാടെ വിഷമിച്ച് അവൾ ഇരുന്നോളും, ആദർശ കൊടുത്ത സാരി ഉടുത്ത് അവൾ അങ്ങനെ തിളങ്ങണ്ട എന്നൊക്കെ
പറയാണ് രേവതി. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാ, എനിക്കില്ലാത്ത ഭാഗ്യമൊന്നും അവക്കും കിട്ടണ്ട, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ പിറുപിറുക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ നയനയുടെ അനുമോദന പാർട്ടിയെക്കുറിച്ച് പറയായിരുന്നു. എല്ലാം ഞാൻ കണ്ടു. നയനയ്ക്ക് ആദർശ് വാങ്ങിക്കൊടുത്ത സാരി നിങ്ങൾ കത്തിച്ച് കളഞ്ഞല്ലേ? എടി ദുഷ്ടകളെ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അനാമികയെ, നിന്റെ മനസ്സിൽ ഇത്രയധികം വിഷം ഉണ്ടായിരുന്നോ? ഇത്രയധികം കുശുമുണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് നിങ്ങൾ വിഷമിക്കേണ്ട, എന്തായാലും നിങ്ങളൊരു പുതിയ സാരി വാങ്ങി നയനയ്ക്ക് കൊടുക്കണം. അവളിപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്ത സാരി ഉടുത്തിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അവൾ തിരിച്ചു വരുമ്പം ആദർശ് വാങ്ങിക്കൊടുത്ത പോലത്തെ നല്ലൊരു സാരി ഇവിടെ കണ്ടിരിക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയും അനാമികയും കൂടെ പറയുന്നുണ്ട്, അയ്യോ, അത്രയും വലിയൊരു സാരി എങ്ങനെ നമ്മൾ വാങ്ങും മോളെ എന്ന് പറയാണ് രേവതി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ കയ്യിലാണെ 10ൻ്റെ പൈസയില്ല, ആ സാരിക്ക് എങ്ങനെ പോയാലും ഒരു 50,000 രൂപയെങ്കിലും വില വരും, നമ്മൾ എങ്ങനെ വാങ്ങുമോമേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വാങ്ങി വച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദേവയാനി എല്ലാവരോടും ഇത് പറയും, മൊത്തം പ്രശ്നമാവും, നമ്മുടെ കാര്യം തീരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വാങ്ങണ്ടേ മോളെ? ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, അച്ഛൻ എവിടുന്നെങ്കിലും പണം കടം വാങ്ങിയാണെങ്കിലും ഒരു സാരി വാങ്ങിത്തരും. അങ്ങനെ വേണുവിനെ വിളിക്കുകയാണ്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്താടി എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാണ്, നിങ്ങളൊരു 50,000 രൂപയുടെ ഒരു സാരി വാങ്ങി തരണം, ഇവിടെ ആ നയനയ്ക്ക് കൊടുക്കാനാണ് എന്ന് പറയാണ്. എന്താടി, നയനെ അവിടുന്ന് ഓടിക്കാൻ പോയിട്ട് നീയൊക്കെ നയനയ്ക്ക് സാരി വാങ്ങി കൊടുക്കുന്നോ എന്ന് ചോദിക്കുമ്പം രേവതി കാര്യങ്ങളൊക്കെ വിവരിച്ച് പറയാണ്. അപ്പം വേണു പറയുന്നുണ്ട്, അത് നേരാ, നീയൊക്കെ അവളെ ഓടിക്കാൻ പോയിട്ടിപ്പം അവൾക്ക് സാരി വാങ്ങാൻ ഞാൻ പൈസ ഉണ്ടാക്കണം അല്ലേ? ഇതൊന്നും നടക്കില്ല രേവതി, എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസയില്ല, എന്നെക്കൊണ്ട് സാരി വാങ്ങാനും പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതുപോലുള്ള എപ്പിസോഡ് റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്